ഡിവൈഎസ്പിക്കും പോലീസുകാർക്കും വിരുന്നൊരുക്കി ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിലാണ് ആലപ്പുഴ ഡിവൈഎസ്പിയും പോലീസുകാരും വിരുന്ന് സൽക്കാരത്തിനെത്തിയത്. സംഭവത്തിൽ ദക്ഷിണ മേഖല ഐജി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലുവ റൂറൽ എസ്പിക്കാണ് ഈ അന്വേഷണ ചുമതല. അതേസമയം മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ നടക്കാനിരിക്കുകയുമാണ്. സംസ്ഥാനത്തെ ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ പ്രത്യേക യോഗം വിളിച്ചത്. ബീന റാണി, ആർ രാജീവ് എന്നിവർ ചേരുകയാണ്. ആദ്യം ബീനയിലേക്ക്. ബീന, ഈ വിരുന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം. സംസ്ഥാന പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നത്. പോലീസും ഗുണ്ടാ നേതാക്കളും തമ്മിലുള്ള വഴിവിട്ട ബന്ധം വെളിവാക്കുന്ന ഒരു സംഭവം കൂടിയായി ഇത് മാറുകയാണ്. ഇന്നലെ അങ്കമാലി തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവിന്റെ അങ്കമാലിയിലെ വീട്ടിലാണ് ആലപ്പുഴയിലെ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി സാബു മറ്റു 3 പോലീസുകാരും എത്തുന്നത്. ഇവിടേക്കാണ് അങ്കമാലി പോലീസിന്റെ പരിശോധന നടക്കാനായി പോലീസുകാർ ഉൾപ്പെടെയുള്ള സംഘം എത്തുന്നത്. അങ്കമാലി SIയെ കണ്ടതോടെ ഈ ഡിവൈഎസ്പി ശുചിമുറിയിൽ കയറി ഒളിച്ചു എന്നാണ് വിവരം. എന്തായാലും സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണ മേഖല ഐജി ഇന്ന് തന്നെ സംഭവം അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആലുവ റൂറൽ എസ്പിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ആയഗ് എന്ന പേരിൽ സംസ്ഥാനത്ത് സ്ഥിരം കുറ്റവാളികളെയും ഗുണ്ടകളെയും പിടിക്കാനും മറ്റും ഉള്ള നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഡിവൈഎസ്പി 3 പോലീസുകാരും ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ സൽക്കാരത്തിന് എത്തിയതെന്നതും ശ്രദ്ധേയമാണ്. പോലീസ് സേനയ്ക്ക് മുഴുവനായും നാണക്കേട് തന്നെയാണ് പിന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ. നമുക്ക് ആർ രാജീവ് കൂടി ചേരുകയാണ് ഇതേ വിഷയത്തിൽ പ്രതികരിക്കുക. രാജീവ്, ഈ അക്രമ സംഭവങ്ങൾ വലിയ രീതിയിൽ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ മുഖ്യമന്ത്രി വിദേശത്തായിരുന്നു. ഇപ്പോൾ തിരികെ എത്തി. തുടക്കത്തിൽ ഈ ലോകകേരള സഭയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ യോഗം വിളിച്ചതെങ്കിലും വിവാദങ്ങൾക്ക് പിന്നാലെ ഒടുവിൽ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗം നടക്കാനിരിക്കുകയാണ് നാളെ. അതിനിടയിലാണ് ഈ ഒരു വാർത്ത വരുന്നത്. തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവിൻ്റെ അങ്കമാലിയിലെ വീട്ടിൽ പോലീസുകാരുടെ വിരുന്ന്. തീർച്ചയായും വിദേശ സന്ദർശനത്തിന് ശേഷമാണ് ഏതായാലും മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു, പോലീസിന് ഇത് തടയാൻ കഴിയുന്നില്ല എന്ന വിമർശനങ്ങൾ വളരെ ശക്തമായി ഉയർന്നിരുന്നു. സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഗുണ്ടാ ആക്രമണങ്ങൾ നടക്കുകയാണ്. പോലീസ് സ്റ്റേഷനുകൾക്ക് സമീപം പോലും ഗുണ്ടാ ആക്രമണങ്ങൾ നടന്നിട്ട് കൃത്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല തലസ്ഥാന ജില്ലയിൽ ഈ ഗുണ്ടാ ആക്രമണങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊലപാതക കേസുകളിൽ പ്രതികളായ ഗുണ്ടകൾ പോലും പിന്നീട് ജാമ്യത്തിലിറങ്ങി വീണ്ടും കൊലപാതകങ്ങൾ നടത്തുന്നു, സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു, അക്രമങ്ങൾ ഉണ്ടാക്കുന്നു, പോലീസുകാരെ പോലും ആക്രമിക്കുന്ന സംഭവങ്ങൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും ഇവർക്കെതിരെ പോലീസ് സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല പലപ്പോഴും ഈ ഗുണ്ടകൾക്കെതിരായ നടപടികൾ പേപ്പറുകളിൽ ഒതുങ്ങുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി ഉയർന്നിരുന്നു. ഇതിനൊക്കെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഗുണ്ടകളും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അടുത്ത ബന്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ശക്തമായി ഉയർന്നിരുന്നു. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളുമായി ഗുണ്ടകൾക്ക് അടുത്ത ബന്ധമുണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ വഴിയാണ് നിലവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇവർ സൗഹൃദം സ്ഥാപിക്കുന്നത്. ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ായിരുന്നു. കഴിഞ്ഞ ദിവസം ഏതായാലും മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ട് സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനാണ് പ്രധാനമായും യോഗം വിളിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയും അതുപോലെ തന്നെ ADGPമാരും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനായിരുന്നു മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഏതായാലും മുഖ്യമന്ത്രി യോഗം വിളിച്ച അതേ ദിവസം തന്നെയാണ് ഒരു ഗുണ്ടയുടെ വിരുന്ന് സൽക്കാരത്തിൽ DYSP പങ്കെടുത്തിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇപ്പോഴുണ്ട്. അതായത് ഈ ഗുണ്ടകളുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ കൂടിയാണ് കേരള പോലീസിൽ പുറത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടകളുമായും അതുപോലെ തന്നെ വഴിവിട്ട് മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുമായും അടുത്ത ബന്ധം സ്ഥാപിക്കുന്നുണ്ട്, പണം സമ്പാദിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നിരവധി തവണ സർക്കാരിന് മുന്നിൽ വന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും മുഖ്യമന്ത്രി യോഗം വിളിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിജിലൻസ് നൽകിയ റിപ്പോർട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നവകേരള സദസ്സിന്റെ മറവിലും വ്യാപകമായി സംസ്ഥാനത്ത് പണപ്പിരിവ് നടന്നിട്ടുണ്ട്. കോറി ഉടമകളിൽ നിന്നും അതുപോലെ തന്നെ ബാർ ഉടമകളിൽ നിന്നുമൊക്കെ പണപ്പിരിവ് ചില പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വത്തിൽ നടന്നു. ആ പണത്തിൽ കൂടുതലും ഇവർ സ്വന്തമായി പങ്കിട്ടെടുത്തു എന്ന കാര്യത്തിലായിരുന്നു വിജിലൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പ് ആ റിപ്പോർട്ടിലും ഇതുവരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇതിനിടെയാണ് ഏതായാലും ഇപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങൾ പുറത്തു വരുന്നത്. ഈ ആലപ്പുഴ ഡിവൈഎസ്പിയുടെയും പോലീസുകാരുടെയും വിരുന്ന് സൽക്കാര കഥ കൂടി പുറത്തു വരുന്നത്. എന്തായാലും സംഭവത്തിൽ ദക്ഷിണ മേഖല IG അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ വേണം അല്ലെങ്കിൽ വരും മണിക്കൂറിൽ വേണം ഇതിന്മേലുള്ള മറ്റു വിവരങ്ങൾ കൂടി അറിയാൻ.